ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നും നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള 5 കമ്പനികൾസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ടോപ്പ് 5 വന്നിരിക്കുന്നത് എയർടെൽ കമ്പനിയാണ്. ഈ കമ്പനി നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കമ്പനി ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പം ഏകദേശം 6.94 ലക്ഷം കോടി രൂപയാണ്. ഇത് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 81.6 ബില്യൺ US ആണ്. ടോപ്പ് 4 വരുന്നത് ICICI ബാങ്ക് ആണ്. ഇതെല്ലാവർക്കും ഒന്നും അറിയുമെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൽ കുറച്ചേ ഉള്ളൂ ഈ ബാങ്ക്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം 7.61 ലക്ഷം കോടി രൂപയാണ്. ഇത് ബില്ലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 90 ബില്യൺ US ആണ് ഇതിൻ്റെ കമ്പനിയുടെ വാല്യൂ വരുന്നത്. ടോപ്പ് 3 വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന HDFC ബാങ്കാണ്. കേരളത്തിൽ അത്യാവശ്യം പോപ്പുലറാണ് ഈ ബാങ്ക്. ഇതിൻ്റെ കമ്പനി വാല്യൂ വരുന്നത് 11 ലക്ഷം കോടി രൂപയാണ്. അതേപോലെ തന്നെ ഇത് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 150 ബില്യൺ US ആണ്. ടോപ്പ് 2 വരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് നമ്മുടെ രത്തൻ ടാറ്റയുടെ ടാറ്റ കൺസൾട്ടേഷനാണ്. ഇത് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ മൊത്തം പ്രചാരണമുള്ളൊരു കമ്പനിയാണിത്. ഇതിൻ്റെ കമ്പനി വാല്യൂ എന്ന് പറയുമ്പോൾ 14.38 ലക്ഷം കോടി രൂപയാണ്. ഇത് US ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 164 ബില്യൺ US ആണ്. ടോപ്പ് 1 വരുന്നത് നമ്മുടെ റിലയൻസ് ആണ്. മുകേഷ് അംബാനിയുടെ കമ്പനിയാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം റിലയൻസ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ കമ്പനി വാല്യൂ എന്ന് പറയുമ്പം 19.29 ലക്ഷം കോടി രൂപയാണ്. ഇത് US ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 179 ബില്യൺ US ആണ്.